SFI അന്വേഷണം ചോദ്യം ചെയ്ത KSIDC നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഷോൺ ജോർജ് നൽകിയ അപേക്ഷയും ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. അതേസമയം കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻ മന്ത്രി ഡോക്ടർ തോമസ് ഐസക് ഇന്ന് കൊച്ചി ED ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണം. എന്നാൽ പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥിയായ തോമസ് ഐസക്കിന്റെ ഇന്നത്തെ മണ്ഡല പര്യടന പരിപാടികൾ മാറ്റിയിട്ടില്ല. കൂടാതെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ രണ്ടാം ഘട്ടത്തിലും മുൻ മന്ത്രി AC മൊയ്തീനെ ED ചോദ്യം ചെയ്യും. കൗൺസിലർമാരായ അനൂപ് ഡേവിസ് കാട, മധു അമ്പലപുരം എന്നിവരെ ചോദ്യം ചെയ്യുന്നതും തുടരും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളും മുന്നണികൾ മണ്ഡലങ്ങളിൽ ശക്തമാക്കിയിരിക്കുകയാണ്. കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകാൻ ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, ഈ കൊച്ചിയുമായി ബന്ധപ്പെട്ട നിരവധി കോടതി പരിഗണിക്കുന്ന വിഷയങ്ങൾ, ഒപ്പം തന്നെ EDയെ ചോദ്യം ചെയ്യലിന് EDയുടെ മുന്നിൽ ഹാജരാകേണ്ട നേതാക്കൾ, ഇതുമായൊക്കെ ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ് ഏറ്റവും ആദ്യമായി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടത്. ഇന്ന് SFI അന്വേഷണം ചോദ്യം ചെയ്ത് KSIDC നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ തന്നെ ഷോൺ ജോർജ് നൽകിയ അപേക്ഷയും എങ്ങനെ നോക്കിക്കാണാം? ലക്ഷ്മി, SFIO അന്വേഷണം ആരംഭിച്ചത് മുതൽ തന്നെ CMRലുമായി ബന്ധപ്പെട്ട് SFIO അന്വേഷണം മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ അത് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ആസൂത്രണമായി തന്നെ നടന്നിരുന്നു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സലോജിക്കുമായി ബന്ധപ്പെട്ടും CMRL കമ്പനിയുടെ ഇടപാടുകളെല്ലാം തന്നെ സമഗ്രമായി അന്വേഷിക്കുന്ന ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന ഘട്ടത്തിലാണ് SFIO അന്വേഷണത്തെ ഏതു വിധേനയും തടയാനുള്ള, അതിന് തടയിടാനുള്ള നീക്കങ്ങൾ ആസൂത്രിതമായി നടക്കുന്നത്. അതിൽ ഒരു ഭാഗത്ത് CMRL അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നു, മറുഭാഗത്ത് എക്സലോജിക്കിന്റെ ഭാഗത്തു നിന്നും വീണ വിജയനും കോടതികളെ സമീപിച്ചുകൊണ്ട് അതിന് തടയിടാൻ ശ്രമിക്കുന്നു. ഒപ്പം തന്നെയാണ് സർക്കാർ സ്ഥാപനമായ, പൊതുമേഖലാ സ്ഥാപനമായ KSIDC കൂടി ഇതിന്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് സർക്കാർ അത്തരം നീക്കങ്ങൾ നടത്തുന്നത്. KSIDC മുന്നോട്ട് വെക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട സമഗ്രമായ ഒരു അന്വേഷണത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി അല്ലെങ്കിൽ സുതാര്യമായിട്ടാണ് നടത്തിയിരിക്കുന്നത്. KSIDCയുടെ പ്രതിനിധിക്ക് CMRലുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ യാതൊരു പങ്കാളിത്തവുമില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം SFIOയുടെ അന്വേഷണത്തിലേക്ക് പോകേണ്ടതില്ല എന്നാണ്. എന്നാൽ അവിടെ കോടതി ഇത് മുമ്പും ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പൊതുപണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഈ KSIDC എന്ന് പറയുന്നത്. ഈ പൊതുപണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിനെതിരെ ആരോപണങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഒരു അന്വേഷണമാണ് വേണ്ടത്. വിശദമായ ഒരു അന്വേഷണം വേണം, അതിന്റെ എല്ലാ തലങ്ങളിലേക്കും എത്തുന്ന ഒരു അന്വേഷണം വേണം. അതുകൊണ്ട് തന്നെ ആ അന്വേഷണം തടയുകയല്ല വേണ്ടത് എന്ന കാര്യം തന്നെയായിരുന്നു പ്രധാനമായും ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ചൂണ്ടിക്കാണിച്ചത്. ഒപ്പം തന്നെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം മുന്നോട്ട് പോകുന്നതിൽ തടസ്സമില്ല എന്ന ഒരു നിലയിൽ തന്നെയായിരുന്നു കോടതി ഇക്കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കുകയും ചെയ്തു. ഇത് സംബന്ധിച്ച വിശദമായ വാദങ്ങൾ കേട്ട ശേഷം ഇരുഭാഗത്തിന്റെയും SFIOയുടെയും ഒപ്പം തന്നെ KSIDCയുടെയും എല്ലാം വാദങ്ങൾ കേട്ടതിന് ശേഷമാണ് ഇപ്പോൾ അന്തിമമായി കേസ് പരിഗണിക്കുന്നത് ഇന്ന് നടക്കുന്നത്. സ്വാഭാവികമായും ഇക്കാര്യത്തിൽ കോടതിയിൽ നിന്നുണ്ടാവുന്ന ഉത്തരവുകൾ, പരാമർശങ്ങളെല്ലാം തന്നെ ഏറ്റവും പ്രധാനമാണ്. പ്രത്യേകിച്ച് ഈ KSIDCയെ മുന്നിൽ നിർത്തിക്കൊണ്ട് സർക്കാർ നടത്തിയിട്ടുള്ള CMRലിന് അനുകൂലമായ നിരവധി നീക്കങ്ങളുണ്ട്. അതിന്റെ വിവരങ്ങൾ തന്നെയായിരുന്നു ഓരോ ഘട്ടത്തിലും പുറത്തു വരികയും ചെയ്തിരുന്നത്. CMRൽ KSIDCക്ക് പ്രതിനിധിയുണ്ട്, ആ പ്രതിനിധി പങ്കെടുത്തിരുന്നില്ല, അല്ലെങ്കിൽ ആ പ്രതിനിധി അറിയാതെയാണ് പല തീരുമാനങ്ങളും അവിടെ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ ഉണ്ടായിരുന്നത് എന്ന കാര്യമാണ് പ്രധാനമായും അത്തരത്തിലൊരു അടിസ്ഥാനരഹിതമെന്ന് പ്രത്യക്ഷത്തിൽ തന്നെ തോന്നാവുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു KSIDC പ്രധാനമായും ഉയർത്തുകയും ചെയ്തിരുന്നത്. മാത്രമല്ല ഈ CMRലിന്റെ സംശയകരമായ ഇടപാടുകൾ സംബന്ധിച്ച് KSIDC ജാഗ്രത പുലർത്തിയിട്ടില്ല എന്ന കാര്യം അക്കാര്യത്തിൽ കോർപ്പറേറ്റ് മന്ത്രാലയവും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് SFIOയുടെ അന്വേഷണത്തിലേക്ക് നീങ്ങേണ്ടി വന്നത് എന്ന കാര്യം കൃത്യമായി കോർപ്പറേറ്റ് മന്ത്രാലയവും വ്യക്തമാക്കി. മാത്രമല്ല ഇത് അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള KSIDCയുടെ ഹർജിയെ കൃത്യമായി തന്നെ പ്രധാനപ്പെട്ട രേഖകളടക്കം ചൂണ്ടിക്കാണിച്ചു, ഇതുമായി ബന്ധപ്പെട്ട ഇടപാടുകളുടെ രേഖകളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് SFIO എതിർക്കുകയും ചെയ്തത്. അന്വേഷണവുമായി KSIDC സഹകരിക്കുകയാണ് വേണ്ടത് എന്ന കാര്യം കോടതി കൂടി പരാമർശിച്ച പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിവരങ്ങൾ, തെളിവുകൾ എല്ലാം തന്നെ KSIDCക്ക് നൽകേണ്ടി വരും. KSIDC പറയുന്നത് തങ്ങൾക്ക് അറിയാവുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു വിവാദം അറിഞ്ഞതിന് ശേഷം, CMRലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് തങ്ങൾ CMRലിന് ഒരു കത്ത് അയച്ചിരുന്നു. CMRലിന് അതിന് മറുപടി നൽകിയില്ല. വിശദമായി തന്നെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ നടപടികൾ തങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് കൂട്ടുനിൽക്കുന്ന ഒരു നടപടികൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന കാര്യമാണ് പ്രധാനമായും KSIDC കോടതിയിൽ ഉയർത്തുന്ന ഒരു വാദം എന്ന് പറയുന്നത്. എന്നാൽ
ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷോൺ ജോർജ് അടക്കം ഉയർത്തുന്നത് കൃത്യമായ ആസൂത്രണത്തോടെ CMR-ന് അനുകൂലമായിട്ടുള്ള നീക്കങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. CMR-ലും ഒപ്പം തന്നെ എക്സലോജിക്കും തമ്മിൽ നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളിൽ, അതായത് ഈ IT കമ്പനിയുടെ മറവിൽ നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ അത് ദുരൂഹമാണ്. അവിടെ ഈ കോഴ ഇടപാടുകളാണ് നടന്നിരിക്കുന്നത്, മാസപ്പടി ഇടപാടുകൾ തന്നെയാണ് നടന്നിരിക്കുന്നത്. അത് വ്യക്തമാക്കുന്ന തെളിവുകളാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലെല്ലാം സമഗ്ര അന്വേഷണവുമായി മുന്നോട്ട് പോകണം, അത് തടസ്സപ്പെടുത്താൻ അനുവദിക്കരുത് എന്ന കാര്യമാണ് ഷോൺ ജോർജ് പ്രധാനമായും ഇവിടെ ഉയർത്തിയിരിക്കുന്നത്. അങ്ങനെ എല്ലാ വശങ്ങളും പരിശോധിച്ചുള്ള ഒരു തീരുമാനം, അല്ലെങ്കിൽ കോടതി അത്തരം കാര്യങ്ങൾ തന്നെയായിരിക്കും പരിഗണിക്കുക. തുടക്കം മുതൽ ഈ അന്വേഷണം SFIOയുടെ അന്വേഷണം, കാരണം സ്വാഭാവികമായും അറസ്റ്റ് നടപടികൾക്ക് സാധ്യതയുള്ള ഒരു കേസാണ്, അതിനുള്ള അധികാരങ്ങളുള്ള ഒരു അന്വേഷണ ഏജൻസിയാണ് SFIO എന്ന് പറയുന്നത്. മാത്രമല്ല വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നതിനും റെയ്ഡുകൾ ഉൾപ്പെടെ നടത്തിക്കൊണ്ട് ഡിജിറ്റൽ തെളിവുകളടക്കം കണ്ടെത്താനും പിടിച്ചെടുക്കാനും എല്ലാം SFIOയ്ക്ക് അന്വേഷണ അധികാരങ്ങൾ ഉണ്ട്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള മറ്റ് അന്വേഷണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ അന്വേഷണ അധികാരങ്ങളുള്ള ഒരു അന്വേഷണ ഏജൻസിയുടെ കൈവശം അന്വേഷണം എത്തുമ്പോൾ സ്വാഭാവികമായും മുഴുവൻ തെളിവുകളും പുറത്തു വരുമെന്ന് ഇക്കാര്യങ്ങൾ രഹസ്യമാക്കി വെക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഇക്കാര്യങ്ങൾ മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അവർ ഭയപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ പുറത്തു വരരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിയമ നടപടികളിലൂടെയെങ്കിലും ഇത് തടയാനുള്ള നീക്കങ്ങൾ നടക്കുന്നത്. എന്നാൽ അതേ ഘട്ടത്തിൽ തന്നെ SFIOയുടെ അന്വേഷണം കൂടുതൽ വിശദമായി മുന്നോട്ട് പോകുന്നു. പ്രധാനമായും എക്സലോജിക്കിൽ നിന്ന് അവർ രേഖകൾ ശേഖരിച്ചിട്ടുണ്ട്, KSIDCയിൽ നിന്ന് രേഖകൾ ശേഖരിച്ചു. ഒപ്പം തന്നെ CMRLന്റെ കമ്പനികളിൽ പരിശോധനകൾ നടത്തി, ആലുവയിലുള്ള കമ്പനികളിലടക്കം റെയ്ഡ് നടത്തി വിശദമായി തന്നെ അവിടെ നിന്ന് രേഖകൾ കൈവശപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ രേഖകളുടെ പരിശോധനകൾ ഇപ്പോൾ പൂർത്തിയായി വരികയാണ്. ആദ്യം എക്സലോജിക്കുമായി ബന്ധപ്പെട്ട രേഖകളായിരുന്നു പരിശോധിച്ചത്. പിന്നീട് KSIDCയും CMR-ലും തമ്മിലുള്ള ഇടപാടുകളുടെ രേഖകൾ, അതിന്റെ ഓഹരി കൈമാറ്റം അടക്കമുള്ള, ഓഹരി പങ്കാളിത്തം അടക്കമുള്ള കാര്യങ്ങളിലെ രേഖകളുടെ പരിശോധനകൾ പൂർത്തിയാകുന്നു. അങ്ങനെ അന്വേഷണം ഒരു ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നു. മറുഭാഗത്ത് സർക്കാരും അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങളും എല്ലാം തന്നെ ഈ അന്വേഷണം തടസ്സപ്പെടുത്താനുള്ള ഒരു നീക്കവും നടത്തുന്നത് തന്നെയാണ് കാണാൻ കഴിയുന്നത്. നമുക്കറിയാം, ഒരുപക്ഷെ പ്രതിപക്ഷം ഈ കാര്യത്തിൽ നിർജീവമായപ്പോഴും നിയമസഭയിൽ പോലും വിഷയം കൃത്യമായി ഉന്നയിക്കാനാകാതെ പ്രതിസന്ധിയിലായ ഒരു ഘട്ടത്തിലും ഷോൺ ജോർജ് ആണ് യഥാർത്ഥ പ്രതിപക്ഷമായി നിന്നത് നമുക്കറിയാം. ഷോൺ ജോർജ് ഈ KSIDCയുടെ ഹർജിയിൽ കക്ഷി ചേരാനുള്ള അപേക്ഷ നൽകിയിരുന്നു. അതിനെതിരെയായി KSIDC നൽകിയ എതിർ സത്യവാങ്മൂലം ഒക്കെ കോടതി പരിശോധിക്കുന്ന ഒരു സാഹചര്യം, അത്തരത്തിലൊരു ഡേറ്റ് കഴിഞ്ഞ മാസം ഫെബ്രുവരിയിൽ ഉണ്ടായിരുന്നു. അന്ന് ആ ഘട്ടത്തിൽ കോടതി ഇത് പരിശോധിച്ചിരുന്നു, അതോ അത് ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്താണ്? ലക്ഷ്മി, ഷോൺ ജോർജ് ഹാജരാക്കിയിട്ടുള്ള തെളിവുകളിൽ അടക്കമുള്ള വിശദമായ വാദം തന്നെയാണ് ഇന്ന് നടക്കുക. ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇക്കാര്യത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും UDF-ഉം LDF-ഉം ഒരുപോലെ തന്നെ ഈ കരിമണൽ കൊള്ളയ്ക്കും അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ IT കമ്പനിയിലേക്ക് ലക്ഷങ്ങൾ ഒഴുകിയെത്തിയതുമായി ബന്ധപ്പെട്ട് എല്ലാം തന്നെ ഒരു സമഗ്ര അന്വേഷണം തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഉണ്ടായത്. അക്കാര്യത്തിൽ നിയമസഭയിൽ പോലും കാര്യമായ ഒരു പ്രതിഷേധങ്ങളോ പ്രതികരണങ്ങളോ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന്, UDF-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അവിടെ BJP നേതാവ് ഷോൺ ജോർജ് ആയിരുന്നു തുടക്കം മുതൽ ഒടുക്കം വരെ എന്ന് പറയാമെങ്കിൽ, വീണ്ടും ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നു. തുടക്കം മുതൽ തന്നെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് SFIO അന്വേഷണത്തിലേക്ക് എത്തിക്കുന്ന തെളിവുകൾ ഹാജരാക്കിയതും ഇതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടങ്ങളെല്ലാം നടത്തിയത്. ഇവിടെ ഷോൺ ജോർജ് ഹാജരാക്കിയിട്ടുള്ള നിരവധി തെളിവുകളുണ്ട്. ഷോൺ ജോർജിന്റെ ഹർജിയുമായി ബന്ധപ്പെട്ട് ഷോൺ ജോർജും കോടതിയിൽ പ്രധാനപ്പെട്ട രേഖകൾ നിരവധി ഹാജരാക്കിയിട്ടുണ്ട്. അതിനിടയിൽ ഭൂപരിഷ്കരണ നിയമങ്ങൾ അടക്കം ലംഘിച്ചുകൊണ്ട് CMR-ന് അനധികൃതമായി ഭൂമി സ്വന്തമാക്കുന്നതിന് വേണ്ടി നടത്തിയ ഒത്താശയുടെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. 15 ഏക്കറിൽ കൂടുതൽ ഭൂമി സ്വകാര്യ വ്യക്തികൾ കൈവശം വയ്ക്കാൻ പാടില്ല എന്ന നിയമം നിലനിൽക്കെയാണ് 60 ഏക്കർ, അതായത് 45 ഏക്കർ ഭൂമി അധികമായി അവർ കൈവശപ്പെടുത്തിയത്. അതിനുവേണ്ടി നിയമങ്ങളും ചട്ടങ്ങളും എല്ലാം തന്നെ പൂർണ്ണമായും തന്നെ ഭേദഗതി ചെയ്യാൻ പോലും സർക്കാർ തലത്തിൽ ശ്രമങ്ങളുണ്ടായി. മാത്രമല്ല സെക്രട്ടേറിയറ്റിലേക്ക് കൂടി അന്വേഷണം എത്തുന്നു. ഈ KSIDCയുമായി ബന്ധപ്പെട്ട അന്വേഷണം സ്വാഭാവികമായും നീങ്ങുന്നത് സെക്രട്ടേറിയറ്റിലേക്കാണ്. അവിടെ നിന്നുള്ള രേഖകളടക്കം പരിശോധിച്ചുകൊണ്ടാണ് SFIO മുന്നോട്ട് പോകുന്നത്. അങ്ങനെ അന്വേഷണം സർക്കാർ തലത്തിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിൽ ഈ രേഖകളെല്ലാം തന്നെ മൂടിവെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതെല്ലാം തന്നെ തടസ്സപ്പെടുത്തുന്ന ഒരു നീക്കം ആസൂത്രിതമായി നടക്കുന്നുണ്ട് എന്ന
എന്ന കാര്യം മനസ്സിലാക്കാനും കഴിയും. 2002-2003 കാലത്തായിരുന്നു CMRL ഇടപാടുകൾ ഇതുമായി ബന്ധപ്പെട്ട് KREML-ഉം CMRL-ഉം തമ്മിൽ ഉള്ള ഇടപാടുകളിലൂടെ 60 ഏക്കർ ആലപ്പുഴയിൽ ഒരു ഒരുമിച്ചുള്ള ബിസിനസ് സംരംഭം എന്ന പേരിൽ അത് മാറ്റിയെടുക്കുകയും എല്ലാം ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിൽ രേഖകൾ ഉണ്ടാക്കുന്നു. പിന്നീട് KSIDC തന്നെ ഇതിന് കൂട്ടുനിൽക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അവരുടെ കൂടി പങ്കാളിത്തമുള്ള ഒരു ബിസിനസ് എന്ന പേരിൽ ആറാട്ടുപുഴയിൽ കരിമണൽ ഖനനത്തിന് അനുകൂലമായ മണ്ണൊരുക്കുന്ന ഒരു സ്ഥിതിവിശേഷവും എല്ലാം ഉണ്ടായി. സ്വാഭാവികമായും ഇതെല്ലാം തന്നെ പരിഗണിക്കപ്പെടുന്നു. ഇന്നത്തെ ദിവസം അടക്കം ഹൈക്കോടതിയുടെ മുന്നിലേക്ക് എത്തുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ലക്ഷ്മി.